ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെവി ചെയിൻ സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു നോട്ട് പോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങിയിട്ടില്ല അതുപോലെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഹെവി ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പം അതിനുള്ളിൽ കൂടെ വേണം നമ്മൾ ഈ നൂലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് ഇച്ചിരി ശ്രദ്ധിച്ചാലേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് എടുക്കുന്നത്, അതായത് മുന്നോട്ട് പോകുമ്പോൾ എടുക്കുന്ന നൂല് എന്ത് ചെയ്യണം, ഈ നോട്ട് ഇട്ടതിനകത്ത് ഞാനിപ്പോൾ അതിന് നോട്ടെന്നാണ് പറയുന്നത്. നോട്ട് പോലെ ഇട്ടതിനകത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ കടത്തി വിടുക. കടത്തി ഇങ്ങനെ വിട്ടിട്ട് കണ്ടോ, കടത്തി ഇങ്ങനെ വിടുക. കടത്തി വിട്ടാണ് നമ്മൾ ഈ ഹെവി ചെയിൻ ആയിട്ടില്ല, ഇതൊരു ചെയിനേ വന്നിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ചെയ്യുമ്പോഴാണ് അത് ഹെവി ചെയിൻ ആവുന്നത്. ഇപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പം നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഒന്നുകൂടെ കുത്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോയി നൂലെടുക്കുക. നൂലിങ്ങനെ എടുക്കണം. ഞാൻ സ്ലോയിലാണ് കാണിക്കുന്നത്, കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ നോട്ട് പോലെ കൊടുത്തില്ലേ, ആ നോട്ട് പോലുള്ളതിനകത്തൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നൂല് കടത്തി വിടണം. കണ്ടോ, ഇതാണ് ഹെവി ചെയിൻ എന്ന് പറയുന്നത്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു ചെയിനൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നൂലെടുത്തു, ഇനിയും നമ്മൾ എവിടെ കൂടെയാണ് നൂല് കടത്തി വിടണ്ടേ, നോട്ട് ഇട്ടേണ്ടത്തൂടല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയിനിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുവഴി നമ്മൾ എന്ത് ചെയ്യണം, ഈ നൂല് കടത്തി വിടണം. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ ശരിക്കും 2 ചെയിനാണ് തയ്ച്ചവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ആ രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ ചെയിനകത്തൂടി വേണം എന്ത് ചെയ്യാൻ, കടത്തി വിടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അങ്ങനെ വരുമ്പം ഈ ഒരു കട്ടിക്ക് വരുന്നതിനാണ് ഹെവി ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. ഞാനത് ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. പറയാൻ ഞാൻ വിട്ടുപോയി. ഞാനിവിടെ ഇപ്പം റെയിൻബോയുടെ ഒരു സ്റ്റിച്ചാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ബ്ലൂ ആണേലും ഗ്രീൻ ആണേലും യെല്ലോ ആണേലും എല്ലാം ഞാൻ ഈ ഹെവി ചെയിൻ തന്നെ 3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു കട്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ക്ഷമ വേണം. ഈ ഒരു സ്റ്റിച്ചിനൊക്കെ നമുക്കൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലതായിട്ട് തയ്ക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും, ചെയ്ത് നല്ലതായിട്ട് എളുപ്പം പറ്റും.